ഹലോ നമസ്കാരം. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. എന്താണ് ഹേമ കമ്മീഷൻ? ഹേമ കമ്മീഷൻ എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് 2017 ഒരു മലയാള നടിയെ ആക്രമിച്ച കേസ് നമ്മൾ ആരും മറന്നു കാണില്ല. അന്ന് ഒരുപാട് ചർച്ചകളും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമാണ്. ആ കേസ് ഇന്നും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് മറ്റുള്ള നടിമാരെല്ലാം കൂടി ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിൽ പ്രധാനമായിട്ടും വന്നത് സമാന്തരമായിട്ടുള്ള അനുഭവങ്ങൾ മറ്റു നടികൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ആയതുകൊണ്ട് നമുക്ക് പ്രതികരിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ചർച്ചകളൊക്കെ വന്നതിന് ശേഷം അവരൊരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു. അതാണ് WCC. ഈ WCC എന്ന സംഘടന ഉടലെടുക്കുന്നതിന് മെയിൻ കാരണക്കാരി നമ്മളുടെ ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യറാണ്. അങ്ങനെ WCC ഫോം ചെയ്തതിനു ശേഷം ഇവര് ഈ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നുകൂടി ശക്തമായ ഇടപെടലുകൾ നടത്താൻ തുടങ്ങി. ആ ഒരു സമയത്താണ് സിനിമാ മേഖലകളിലെ വിഷയങ്ങൾ പഠിക്കാനും അവിടെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, സ്ത്രീകളുടെ വിഷയങ്ങൾ പഠിക്കാനും പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ട് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. റിട്ടയർഡ് ജഡ്ജി ആയിട്ടുള്ള ഹേമയെ വെച്ചിട്ടാണ് ആ കമ്മീഷൻ ഉണ്ടാക്കുന്നത്. അതാണ് ഹേമ കമ്മീഷൻ. ആ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉടനീളെ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക നടിമാരും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇന്നും ഫീൽഡിൽ നിൽക്കുന്നത്. ഓരോ നടിമാരും അവരെ മിസ്യൂസ് ചെയ്ത കഥകളും അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമാക്കാൻ കമ്മീഷന് കഴിയുന്നില്ല. കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് ഇവിടെ കുറ്റം ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, ആരാണ് ഇവിടെ സ്ത്രീകളുടെ മേലെ ആധിപത്യം കാണിക്കുന്നവർ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടിയായിട്ട് പ്രമുഖനായ നടൻ എന്ന് മാത്രമാണ് കൊടുക്കുന്നത്. ഈ പ്രമുഖനായ നടൻ എന്ന് കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒന്ന് മമ്മൂട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മോഹൻലാൽ ആയിരിക്കാം, മുകേഷ് ആയിരിക്കാം, ഗണേഷ് കുമാർ ആയിരിക്കാം, ജയറാം ആയിരിക്കാം, ദിലീപ് ആയിരിക്കാം, സുരേഷ് ഗോപി ആയിരിക്കാം. അങ്ങനെ ആ ഒരു മുഖങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇവരുടെ പേര് വ്യക്തമാക്കാത്തത്? കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള ആളുകളുടെ പേര് പോലും പറയാൻ ഭയപ്പെടുന്ന ഇവരെയാണോ നമ്മളൊരു കമ്മീഷനായി കാണുന്നത്? ഇവിടെ ഹേമ കമ്മീഷൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരെയാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? പ്രേക്ഷകർക്കുള്ള ഏറ്റവും വലിയ ആശങ്കയാണത്. ആരാണ് ഇവിടെ കുറ്റം ചെയ്തിട്ടുള്ളത്? ആരാണ് ആ പ്രമുഖനായ നടൻ? ആ പ്രമുഖനായ നടൻ ആരാണെന്ന് വ്യക്തമാക്കേണ്ടത് ഹേമ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ബാധ്യതയാണ്. അതുമാത്രമല്ല, വലിയൊരു ചതി ഈ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. 2017 മുതൽ അല്ലെങ്കിൽ 2018 മുതൽ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ ഒരുപാട് സിനിമകൾ ഈ 2017 ശേഷം അഭിനയിച്ചു. മഞ്ജു വാര്യരുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു 2017 മുതൽ 2024 വരെ. WCCയിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക നടിമാരെ മാറ്റി നിർത്തുമ്പോഴും മഞ്ജു വാര്യർക്കും മാത്രം കൈനിറയെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വർഷങ്ങളിൽ മഞ്ജു വാര്യർ തിളങ്ങി നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മഞ്ജു വാര്യരുടെ മൊഴി എന്താണ്? ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള മൊഴി എന്താണ്? അതാണ് ഇവിടെ ഏറ്റവും വലിയ ചർച്ചയായി നിൽക്കുന്നത്. ഇവിടെ കൂടെ നിന്ന് കുതികാല് വെട്ടിയത് മഞ്ജു വാര്യറാണോ, അതല്ലെങ്കിൽ ഹേമ റിപ്പോർട്ടിൽ പറയുന്ന ആ പ്രമുഖയായിട്ടുള്ള നടി വേറെ ആരെയാണ്? സ്വാഭാവികപരമായിട്ടും നമ്മൾക്ക് സംശയം ഉണ്ടാകുന്നത്, നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് ആ പ്രമുഖയായിട്ടുള്ള നടി അത് മഞ്ജു വാര്യറാണ്. കാരണം WCCയിൽ ഉണ്ടായിരുന്ന അന്നത്തെ പല പ്രമുഖ നടിമാരെയും മാറ്റി നിർത്തി എല്ലാ സിനിമയിലും അവസരങ്ങൾ കൊടുത്തത്, പ്രമുഖ നടന്മാരുടെ കൂടെ അഭിനയിച്ചത്, സൂപ്പർ സ്റ്റാറുകളുമായി അഭിനയിച്ചത് അത് ഇന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യറാണ്. ആദ്യഘട്ടത്തിലൊക്കെ ഈ കേസ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമം നടത്തിയത് മഞ്ജു വാര്യറാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ അടുത്ത് വന്ന് നോക്കുമ്പോൾ മഞ്ജു വാര്യരുടെ പേര് എവിടെയും കാണുന്നില്ല. മഞ്ജു വാര്യരുടെ മൊഴി എന്തായിരുന്നു? ഹേമ കമ്മീഷൻ പറയുന്നു WCCയിൽ മെമ്പറായിരുന്ന ഒരു പ്രമുഖ നടിയുടെ മൊഴി. ആ മൊഴിയിൽ പറയുന്നത് സിനിമാ മേഖലകളിൽ സ്ത്രീകൾ വഞ്ചിക്കപ്പെടുന്നില്ല, അവരെ ചൂഷണം ചെയ്യപ്പെടുന്നില്ല. മറ്റുള്ള നടിമാരൊക്കെ അവരുടെ മൊഴികളിൽ കൊടുക്കുന്നു, ഞങ്ങൾ വഞ്ചിക്കപ്പെടുന്നു, ഞങ്ങളുമായി കിടക്ക പങ്കിടാൻ അവർ വിളിക്കുന്നു, നടന്മാർ മുതൽ ക്യാമറമാൻ വരെ ഞങ്ങളെ സ്വകാര്യമായി കാണാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ റൂമിന്റെ വാതിലുകൾ വന്ന് അവർ മുട്ടുന്നു, ഞങ്ങൾക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരു ഇടമില്ല, ശരിക്കും ടോയ്ലറ്റുകളില്ല എന്നുള്ള മൊഴികളൊക്കെ ഇവിടുത്തെ നടിമാർ കൊടുക്കുമ്പോൾ ഒരു പ്രമുഖയായിട്ടുള്ള നടി മാത്രം നടന്മാർക്ക് അനുകൂലമായിട്ടുള്ള മൊഴി കൊടുക്കുന്നു. ആ പ്രമുഖയായിട്ടുള്ള നടി ആരാണ്? ഈ കഥയിൽ മഞ്ജു വാര്യരുടെ റോൾ എന്താണ്? മഞ്ജു വാര്യരാണോ ഈ കഥയിലെ വില്ലത്തി എന്നുള്ള അനേകായിരം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ ഉയരുകയാണ്. ഇതൊക്കെ ദൂരീകരിക്കേണ്ടത് ഇവിടുത്തെ ഹേമ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ബാധ്യതയാണ്.
നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് ഇതായി കമന്റായി അയക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.